MTയുടെ സൃഷ്ടികളെ ഹൃദയം കൊണ്ടാണ് മലയാളികൾ ഓരോരുത്തരും സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് MTക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇത്രയധികം ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. ഇപ്പോൾ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കൊട്ടാരം റോഡിലെ സിത്താരയിൽ നമുക്ക് അത്രയധികം ജനപ്രവാഹമാണ് കാണാൻ കഴിയുന്നത്. രഞ്ജിത്ത്, ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ MT, മനുഷ്യൻ്റെ വികാര വിചാരങ്ങളെ അത്രമേൽ തീവ്രമായി അടയാളപ്പെടുത്തിയ രചനകൾ, ഇതൊക്കെ തന്നെയുമാണ് ഈ അന്ത്യയാത്രയിലും നമ്മൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നത്. MTയുടെ വരികൾ ഓരോന്നും തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ അലയടിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ആൾക്കൂട്ടം കാണുമ്പോൾ മനസ്സിലാകും എത്രമേൽ പ്രിയങ്കരനായിരുന്നു MT മലയാളിക്ക് എന്നത്. വി രഞ്ജിത്തും ഉണ്ണി ബാലകൃഷ്ണനും സിത്താരയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ മാവൂർ റോഡിലെ ശ്മശാനത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. സ്മൃതിപഥം എന്ന് പേരിട്ടിരിക്കുന്ന ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. രഞ്ജിത്ത്, ഇപ്പോഴും അണമുറിയാത്ത ജനപ്രവാഹമാണ് നമ്മൾ MTയുടെ വീട്ടിലേക്ക് കാണുന്നത്. MT ഉണ്ടായിരുന്ന കാലത്ത് ഒരുപക്ഷേ അവിടേക്ക് ചെല്ലാനോ MTയെ കാണാനോ പരിഭ്രമത്തോടെ നിന്നവർ പോലും അവസാനമായി ഒരു നോക്ക് കാണാൻ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിനിത, തീർച്ചയായിട്ടും ഈ സിത്താരയിലേക്ക് ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. 4 മണിക്ക് ഇവിടെ നിന്ന് ഭൗതിക ശരീരം അദ്ദേഹം മാവൂരോട് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയിച്ചിരുന്നു. എന്നിട്ടും ആളുകൾ ഈ സമയത്തും ആളുകൾ ഇങ്ങോട്ട് അണമുറിയാതെ എത്തിക്കൊണ്ടിരിക്കുന്നു. നടൻ റഹ്മാൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. കേരളത്തിൻ്റെ ഒരു സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക പരിച്ഛേദം ഈ MTയുടെ സിത്താര എന്ന വീട്ടിലേക്ക്, കോഴിക്കോട് നടക്കാവ് കൊട്ടാരം റോഡിലെ സിത്താര എന്ന വീട്ടിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ആ വീട്ടിനകത്ത് കുടുംബം മാത്രമുള്ള സ്വകാര്യമായ അന്ത്യകർമ്മ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് പോലും അവിടെ പ്രവേശനമില്ലാത്ത വിധത്തിൽ ആ കുടുംബത്തിൻ്റെ മാത്രം ചടങ്ങായി MTയുടെ ആഗ്രഹപ്രകാരം അന്ത്യകർമ്മങ്ങൾ നടക്കുന്നു. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ നിശ്ചയിച്ച പ്രകാരം 4 മണിയോടുകൂടി തന്നെ ഭൗതിക ശരീരം പുറത്തേക്ക് കൊണ്ടുവരും. 5 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടത്താൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മാവൂരോട് ശ്മശാനത്തിൽ സ്മൃതിപഥം എന്ന് പേരിട്ട് നവീകരിച്ച ആ ശ്മശാനത്തിൻ്റെ ഉദ്ഘാടനം 29-ാം തീയതി നിശ്ചയിച്ചതാണെങ്കിൽ കൂടി അവിടേക്ക് ആദ്യം എത്തുന്നതും ആ നിശ്ചയിക്കപ്പെട്ട തീയതിക്ക് മുമ്പേ MTയുടെ ഭൗതിക ശരീരമാണ്. അത് അവിടുത്തെ സജ്ജീകരിച്ചിട്ടുള്ള ശ്മശാനത്തിൽ അത് ദഹിപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം അവിടെ ഒരു അനുശോചന യോഗം ചേരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് 5:30 അവിടെ അനുശോചന യോഗം നടക്കും. അതിനുശേഷം MT പൂർണ്ണമായും ആ ചിത ഏറ്റുവാങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹം യശശരീരനായി മാറുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കുന്ന തലത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മാത്രമായി അദ്ദേഹം അവശേഷിപ്പിക്കും. എഴുത്തിലും സാഹിത്യത്തിലും സിനിമയിലും മാത്രമായി MT എന്ന 2 അക്ഷരം പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. പിറവി പോലെ തന്നെ ആഘോഷിക്കേണ്ടതാണ് മരണമെന്നും ഒരിക്കൽ MT തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ നടക്കുന്ന ഒരു ആഘോഷമായി, അല്ലെങ്കിൽ പിറവിക്കൊപ്പം അദ്ദേഹം മരണത്തെയും കണ്ടിരുന്നു. അത് പിറവി പോലെ തന്നെ ആഘോഷിക്കപ്പെടണമെന്ന് പറയുമ്പോൾ ആ ആഘോഷത്തിന് അദ്ദേഹം പക്ഷെ നിന്നു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു പൊതുദർശനത്തിനും ഒരു വിലാപയാത്രയ്ക്കും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ, അദ്ദേഹം നിഷ്കർഷിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടെ വലിയ അന്ത്യയാത്ര അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതൊന്നും അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഒരു പൊതുദർശനത്തിന് പ്രദർശന വസ്തുവായി കിടന്നു കൊടുക്കേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ സിത്താരയിലെ വീട്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഈ നേരം അത്രയും ഉണ്ടായിരുന്നത്. ഇവിടെ വന്നാണ് അദ്ദേഹത്തെ കണ്ടവർ, അദ്ദേഹത്തെ ഏറ്റവും വേണ്ടപ്പെട്ടവർ. അത് കോഴിക്കോടിന് അകത്തു നിന്നുള്ളവർ മാത്രമായിരുന്നില്ല, കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആളുകൾ എത്തിയിരുന്നു. ഇന്ന് പുലർച്ചെയാണ് മഹാനടൻ മോഹൻലാൽ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിയത്. സംവിധായകൻ ശ്രീകുമാർ മേനോൻ ഉൾപ്പെടെ, സംവിധായകന്മാരായിട്ടുള്ള കമൽ ഉൾപ്പെടെയുള്ള ആളുകൾ. ഇപ്പോഴും നടൻ റഹ്മാൻ ഇവിടെയുണ്ട്. ഇത് സാഹിത്യ മേഖലയിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നും മാത്രമല്ല, രാഷ്ട്രീയ മേഖലയിൽപ്പെട്ട ഒട്ടനവധി ആളുകൾ. അങ്ങനെ കേരളത്തിൻ്റെ ഒരു, മലയാളത്തിൻ്റെ ഒരു പരിച്ഛേദം ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തി എന്നുള്ളതാണ്. 91 വയസ്സ് പൂർത്തിയായ സാർത്ഥകമായ ഒരു ജന്മത്തിന് അദ്ദേഹം അർഹിക്കുന്ന രീതിയിലുള്ള ഒരു അന്ത്യയാത്ര. തീർച്ചയായും